ബസ്സിനകത്ത് കയറ്റെങ്കിൽ പോലും അവർ ബസ്സിൽ നിന്ന് അതായത് ഒരു സംഘം ആളുകൾ ഒരു 3-4 പേരെ മാത്രമേ അവർ ബസ്സിനകത്ത് കയറ്റാൻ പോലീസിന് സാധിച്ചുള്ളൂ. അവർ പോലും പുറത്തിറങ്ങി. മറ്റുള്ള പ്രവർത്തകർ അതിന് വഴങ്ങിയില്ല എന്നുള്ളതാണ്. അവർ അവരുടെ വിയോജിപ്പും അല്ലെങ്കിൽ കടുത്ത പ്രതിഷേധവും അവർ തിരികെ കാട്ടി. അവർ ബസ്സിനുള്ളിൽ കയറാൻ അല്ലെങ്കിൽ പോലീസുമായ ഒരു വാക്കേറ്റവും പോലീസുമായ ഒരു ബലാബലം തന്നെ അവർ പിടിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. പോലീസ് ഒരുപക്ഷെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ആക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഈ പ്രവർത്തകർ ഇവിടെ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ് പോലീസ് കാണുന്നത്. ഈ സംഘർഷ സാധ്യത ഒഴിവാക്കാൻ പോലീസ് കാണുന്ന ഒരു മാർഗ്ഗം ഇത് മാത്രമാണ്. പക്ഷേ ഇവിടെ നിന്ന് തങ്ങൾ മാറില്ല എന്ന് SFI നിലപാടെടുക്കുന്നുണ്ട്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയതാണ്. ഭരണഘടനാ ലംഘനമാണ് സർവകലാശാലയിൽ നടക്കുന്നത്. കേരള ഗവർണർ ഇവിടെ ഈ കാവിക്കൊടി എന്റെ ഭാരതാംബയുടെ ചിത്രം ഇവിടെ വെച്ചതുമായി ബന്ധപ്പെട്ട ഈ പരിപാടി പോലും അത് രാഷ്ട്രീയ താല്പര്യമാണ്. അത് അങ്ങേയറ്റം ഗൂഢാലോചനയുടെ പുറത്തുണ്ടാക്കിയ ഒരു പരിപാടിയാണ്. അത്തരത്തിലൊരു പരിപാടി ഇവിടെ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം പരിപാടിയിൽ നിന്ന് മാറ്റമില്ല, പിന്മാറില്ല എന്നാണ് രാജ്ഭവനിൽ നിന്നുള്ള അറിയിപ്പ്. അങ്ങനെയെങ്കിൽ ഗവർണർ ആ പരിപാടിയിലേക്ക് എത്തുമെന്ന വിവരമാണ്, സൂചനയാണ് ലഭിക്കുന്നത്. നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ച ആ പരിപാടിയിൽ അത് സെനറ്റ് ഹാളിൽ തന്നെ സംഘടിപ്പിക്കും. ആ പരിപാടിയിൽ താൻ പങ്കെടുക്കുമെന്ന നിലപാടിലേക്ക് പോകുന്നു ഗവർണർ. അത് പ്രതിരോധിക്കാൻ SFI പ്രവർത്തകർ, ഒരു വശത്ത് KSU പ്രവർത്തകരുടെ പ്രതിഷേധവും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. സെനറ്റ് ഹാളിനുള്ളിലും സംഘർഷത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഈ സെനറ്റ് ഹാളിനുള്ളിലേക്കും SFI പ്രവർത്തകർ കടന്നിട്ടുണ്ടോ? അകത്ത് മുതിർന്ന BJP RSS നേതാക്കളൊക്കെ ഉണ്ടല്ലോ. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, ഗവർണർ ഈ പരിപാടിയിലേക്ക് എത്തുമെന്ന് ഉറപ്പിക്കുകയാണോ? കൂടുതൽ കുഴയുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അല്പസമയം മുൻപ് രാഷ്ട്രപതി ഉന്നതതല യോഗം ചേർന്ന നിലവിൽ ഇപ്പോൾ ഈ ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടി പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയെങ്കിലും ഇപ്പോൾ ആ തീരുമാനം മാറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനുള്ളിൽ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എത്തിച്ചേരാം എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ സർക്കാരിന്റെ അടക്കം നിലപാടിനോട് നേർക്കുനേർ നിന്ന് വെല്ലുവിളിക്കുന്ന സമീപനത്തിലേക്ക് രാജ്ഭവനും ഗവർണർ വിശ്വനാഥ് ആർലേക്കറും പോകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ രാജ്ഭവൻ അക്കാര്യം വ്യക്തമാക്കിയതാണ്. സർക്കാർ രാഷ്ട്രീയമായിട്ടാണ് നേരിടുന്നതെങ്കിൽ രാഷ്ട്രീയമായി തന്നെ തിരിച്ചു നേരിടും എന്നുള്ളതാണ് രാജ്ഭവന്റെയും ഗവർണറുടെയും നിലപാട്. ഇനിയുള്ള ആകാംക്ഷ ഈ പരിപാടിയിലേക്ക് സംഘർഷസമാനമായ സാഹചര്യത്തിലേക്ക് ഗവർണർ എത്തിച്ചേർന്നാൽ എങ്ങനെ പോലീസ് സുരക്ഷയൊരുക്കും, മാത്രമല്ല ഈ വിവാദമായ കാവിക്കൊടിയന്റെ ഭാരതാംബ ചിത്രം അത് ഉൾപ്പെടുത്തി പരിപാടി നടത്തും എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ തുടരുക. ഇപ്പോൾ സലീം മാലിക് വരുന്നു. സലീം, ഇവിടെ KSU പ്രവർത്തകരെ കൂടി കസ്റ്റഡിയിൽ എടുക്കുകയാണ്. അതിലൊരു പ്രവർത്തകൻ എന്തോ പരിക്കുള്ളത് പോലെ തോന്നുന്നു. എന്താണ് സംഭവിച്ചത് അവിടെ? ഗോകുൽ, ഇപ്പോൾ ഈ സംഘാടകരും KSU പ്രവർത്തകരും തമ്മിൽ ചെറിയ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ഈ സെനറ്റ് ഹാളിലേക്ക് KSU പ്രവർത്തകർ, ഈ പരിപാടി നടക്കുന്ന ഹാളിലേക്ക് KSU പ്രവർത്തകർ കടന്നു കയറുകയായിരുന്നു. അതിനകത്ത് ഹാളിലേക്ക് കയറി പ്രതിഷേധിക്കുന്നതിനിടയിലാണ് പ്രവർത്തകരും ഈ പരിപാടിയുടെ സംഘാടകരും തമ്മിൽ സംഘർഷമുണ്ടായത്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇരുകൂട്ടരും തമ്മിൽ ചെറിയ സംഘർഷമുണ്ടായി. അതിലൊരു പ്രവർത്തകന് നിലവിൽ പരിക്കുണ്ട്. നിലവിൽ ആ പരിപാടി ഔദ്യോഗികമായി തന്നെ തുടങ്ങുകയാണ് എന്നുള്ളൊരു അറിയിപ്പ് കൂടി ഇതിനിടയിൽ വന്നിട്ടുണ്ട്. ആ പരിപാടി തുടങ്ങുകയാണ്. അതിനെല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവരും അകത്തേക്ക് കയറണമെന്നൊരു അറിയിപ്പ് വന്നു. ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ, ഈ പ്രശ്നമുണ്ടാകുന്നു എന്ന പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ABVP പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് സംഘടിച്ചെത്തുന്നുണ്ട്. പക്ഷേ അതിനു മുൻപ് തന്നെ SFI പ്രവർത്തകർ ഇതിന്റെ ഗേറ്റ് പൂട്ടുകയും ഇവിടെ നിന്നും ഈ ബസ് പുറത്തു കടക്കാതിരിക്കാൻ ഗേറ്റ് പൂട്ടുകയും ചെയ്തിരുന്നു. മാത്രമല്ല SFI പ്രവർത്തകരുടെ വലിയ സാന്നിധ്യവും ഈ സർവകലാശാലയുടെ പല പരിസരങ്ങളിലായി ഉണ്ട്.